ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ആളാണ് ജസ്ന സലീം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ക്ഷേത്രത്തിൽ ജസ്ന റീൽസ് ചിത്രീകരിച്ചത് ഏറെ വിവാദമായിരുന്നു. അന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ ജസ്നയ്ക്കെതിരെ കേസെടുത്തിരുന്നു. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല അണിയിച്ച് വീഡിയോ എടുത്തതിനും ജസ്നയ്ക്കെതിരെ കേസെടുത്തിരുന്നു. അടുത്തിടെ തനിക്ക് മതമില്ല എന്നും മതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല എന്നുമൊക്കെ തുറന്നു പറഞ്ഞ് ജസ്ന രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് മതം ഉപേക്ഷിക്കുന്നു എന്ന കാര്യവും ജസ്ന അറിയിച്ചത്. എനിക്ക് മതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ല, ഇനി മനുഷ്യനായി ജീവിക്കാനാണ് ആഗ്രഹം. ഇനി തട്ടമിട്ടോ തട്ടമിട്ടില്ലേ പൊട്ടുതൊട്ടോ ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ് ജസ്ന പറഞ്ഞത്. ഇപ്പോഴിതാ ജസ്ന ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. തന്റെ കുടുംബത്തെക്കുറിച്ചും കുടുംബം വച്ചു പുലർത്തുന്ന മതവിശ്വാസത്തെക്കുറിച്ചുമാണ് ജസ്ന അഭിമുഖത്തിൽ തുറന്നു പറയുന്നത്. തന്റെ മൂത്ത സഹോദരി ഹിന്ദു മതത്തിലുള്ളവരുടെ വീട്ടിൽ പോയാൽ വെള്ളം പോലും കുടിക്കില്ല എന്നാണ് ജസ്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്റെ കുടുംബം ഇടുങ്ങിയ മതചിന്താഗതി ഉള്ളവരാണെന്നും ജസ്ന പറയുന്നുണ്ട്. ജസ്നയുടെ വാക്കുകൾ ഇങ്ങനെ: എന്റെ ഉമ്മാമയുടെ ആങ്ങളയുടെ കുടുംബമാണ് നമുക്ക് ചുറ്റിലും താമസിച്ചിട്ടുള്ളത്. എന്റെ ഉമ്മാമയ്ക്ക് പൈസ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ ഒരുപാട് മുതൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ 1 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ആ ഏക്കർ സ്ഥലത്ത് ഞങ്ങളുടെ വീട് മാത്രമേ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീടിന് ചുറ്റും ഹിന്ദു മതസ്ഥർ കുറവായിരുന്നു. ഹിന്ദു മതസ്ഥരുടെ വീട്ടിലേക്ക് എൻ്റെ ഉമ്മ അങ്ങനെയൊന്നും പോകില്ല, എന്നാൽ ബാപ്പ പോകുമായിരുന്നു. ബാപ്പ ബസ്സിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ബാപ്പയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ല. ബാപ്പയുടെ കൂടെ ജോലി ചെയ്യുന്ന മിക്ക ആളുകളും ഹിന്ദുക്കളാണ്. എൻ്റെ മൂത്ത സഹോദരി ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയാൽ വെള്ളം പോലും കുടിക്കാത്ത ആളാണ്. ഇപ്പോഴും അങ്ങനെയാണ്. അവൾക്ക് അത് ഇഷ്ടമല്ല. ജസ്ന അടുത്തിടെ പറഞ്ഞിരുന്നത് തനിക്ക് മതമില്ല എന്നും മതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല എന്നുമൊക്കെയാണ്. എന്നിട്ട് ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് മതം ഉപേക്ഷിക്കുന്ന കാര്യം അന്ന് ജസ്ന അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ ജസ്നയുടെ ഈ വാചകവും വിവാദത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് പലരും ജസ്നയുടെ ഈ ഇന്റർവ്യൂവിന് ശേഷം ഇന്റർവ്യൂവിൻ്റെ അഭിപ്രായമായിട്ട് പ്രതികരണമായിട്ടൊക്കെ പറയുന്നത്. നമുക്ക് മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നിസ്സാരക്കാരായ മനുഷ്യരാണ്. എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അത്തരം വാശികളൊക്കെ നമ്മൾ വച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരു അവസാന നിമിഷം നമ്മളൊരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കേണ്ടത് ഒരു അന്യമതസ്ഥരായ ആളുകളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പേര് പറഞ്ഞ ഒരാളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതിനോ അവരോട് സംസാരിക്കുന്നതിനോ അവരോട് ചേർന്ന് നിൽക്കുന്നതിനോ ഇരിക്കുന്നതിനോ ഒന്നും ഒരു വിവേചനം പാടില്ല എന്നത് തന്നെയാണ് ശരിയായ കാര്യമെന്ന് പലരും ജസ്നയുടെ ഈ വീഡിയോയ്ക്ക് താഴെ അഭിപ്രായപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ജസ്ന. ഇവർ മുൻപും ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് വിവാദമുണ്ടായിരുന്നു. നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതി എത്തിയിരുന്നു. മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കി ഹൈക്കോടതി അന്ന് നിർദ്ദേശവും നൽകിയതാണ്. ഈ വിലക്ക് നിലനിൽക്കെയാണ് വീണ്ടും ചിത്രീകരണം നടന്നത്. ഓഗസ്റ്റ് 28-നാണ് പുതിയ റീൽസ് ചിത്രീകരിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നവംബർ 5-നാണ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയത്. നേരത്തെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല അണിയിച്ച വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിനും ജസ്ന സലീമിനെതിരെ കേസെടുത്തിരുന്നു. എന്തായാലും ഒരു വീട്ടിൽ നിന്ന്, ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന്, ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കണോ ഭക്ഷണം കഴിക്കണോ ഇതൊക്കെ അവരവരുടെ ചിന്തകളാണ്, അവരവരുടെ തീരുമാനങ്ങളാണ്. എന്നാലും ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് ഇന്നത്തെ കാലത്ത് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.